ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട യൂണിക്കോൺ ആണ് വണ്ടി. അതിൻ്റെ എൻജിൻ ഹെഡിൻ്റെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിൽ ശബ്ദ വ്യത്യാസം ഉണ്ടായിരുന്നു. എൻജിൻ്റെ അവിടെ നിന്ന്, അതായത് റോക്രാമാണ് അതിൻ്റെ കംപ്ലൈൻറ്റ് വന്നിട്ട് നല്ല രീതിയിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ സൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളതിൻ്റെ എൻജിൻ ഹെഡിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചിട്ടുണ്ട്. ഓൾറെഡി നമുക്ക് മൈന്യൂട്ടായിട്ട് ഓയിൽ ലെവൽ കുറയുന്നൊരു കംപ്ലൈൻറ്റ് ഉണ്ട്. അപ്പോൾ പറയാൻ കാരണം എന്താ വെച്ചാൽ, നമുക്ക് അതിൻ്റെ സിലിണ്ടറിൻ്റെ ഭാഗം ശ്രദ്ധിക്കുമ്പോണ്ടല്ലോ, അത് ഈ സിലിണ്ടറിൻ്റെ ഇന്നർ പോർഷനിലേക്ക് നോക്കുന്ന സമയത്ത് ആ ബോറിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ സ്ക്രാച്ചസ് വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ നോക്കുമ്പോൾ ഈ കാണുന്നതൊക്കെ ശരിക്കും നല്ല രീതിയിൽ സ്ക്രാച്ചസും അതേപോലെ ഒരു ക്ലാവ് പിടിച്ചാണ് ഒരു അവസ്ഥയിലാണ് സംഭവം നിൽക്കുക. അപ്പോൾ അതങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ ആ ചെറിയ ആ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ കൂടെ, അതായത് വളരെ മൈന്യൂട്ടായിട്ടുള്ളൊരു ലൈൻ സ്ക്രാച്ചസ് ആണെങ്കിൽ പോലും അതിൻ്റെ ഉള്ളിൽ കൂടെ ഓയിൽ ഫ്രണ്ട് പിസ്റ്റണിൻ്റെ ഭാഗത്തേക്ക് കയറി വന്നിട്ടുണ്ട്. പറയാൻ കാരണം വെച്ചാൽ ഇത് ഈ കാണുന്നതൊക്കെ ഓയിലാണ് ഈ കാണുന്നത്. അതായത് അത്ര ഒരുപാട് കൂടുതലെന്നല്ല, മൈന്യൂട്ടായിട്ട് കയറി വന്ന് ഓൾറെഡി വന്നത് അങ്ങനെ തന്നെ കൈയോടെ കത്തിപ്പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ പല പ്രാവശ്യം ആവുമ്പോൾ ഓയിൽ ലെവലിൽ വേരിയേഷൻസ് വരും. കാരണം ഇതിപ്പോൾ അതിൻ്റെ ഓൾറെഡി അതിൻ്റെ കംപ്ലൈൻ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ കംപ്ലൈൻറ്റിൻ്റെ ആരംഭമാണത്. അപ്പോൾ ശരിക്കും സിലിണ്ടർ, അതായത് യൂണിക്കോൺ മോഡൽ വണ്ടികൾക്ക് സിലിണ്ടർ ബോറ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഞാൻ സിലിണ്ടറിന് ശരിക്കും സിലിണ്ടർ പിസ്റ്റണൊക്കെ വരുമ്പോൾ ഏകദേശം ഒരു കിറ്റിന് 4150 ആ റേഞ്ചൊക്കെ വരും. അതായത് സിലിണ്ടർ, പിസ്റ്റൺ, റിങ്സ് ഇതേപോലെ അങ്ങനെ വന്ന കിറ്റ് കേട്ടോ. കമ്പനി ഐറ്റം ഒറിജിനൽ പാർട്സിനാണ് പറയണേ. 4100 4150 ആ റേഞ്ചിൽ വരും ഈ സിലിണ്ടർ പിസ്റ്റൺ. അത് മാറ്റിയിടണമാണ് ഏറ്റവും സേഫ് കേട്ടോ. പിന്നെ നമ്മുടെ മെയിനായിട്ട് വന്ന കംപ്ലയിൻസിൻ്റെ ഭാഗത്തിലേക്ക് വരാം. അത് നിലവിൽ ക്യാം ഷാഫ്റ്റും റോക്രാമും. അതിനകത്ത് റോക്രാമിൻ്റെ ഇവിടെ വന്ന ഈ റോളർ ബെയറിംഗ് ആണ് കംപ്ലയിൻറ്റ് വന്നേക്കാം. ഒരെണ്ണം നല്ല രീതിയിൽ പോയിട്ടുണ്ട്, ഒരെണ്ണം ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ കൊണ്ട് ഹെഡിൻ്റെ വാൽവിൽ വന്നത് ഈ എക്സോസ്റ്റ് വാൽവ് പണി കാണുന്നത്, അതിൻ്റെ ഉള്ളിൽ വന്ന ഗൈഡ് വാൽവ് ഹെഡുമായിട്ട് കണക്ഷൻ വന്ന ആ ഗൈഡ് യൂണിറ്റ് പ്ലേ വന്നിട്ട് അതിൻ്റെയും ചെറിയൊരു അടി കാണിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും ഭാഗങ്ങൾ മൈന്യൂട്ടായിട്ട് ഇങ്ങനെ പ്രോബ്ലംസ് ഉള്ളത് കൊണ്ടാണ് ആ ശബ്ദ വ്യത്യാസം തന്നെ. അതായത് ഒന്ന് വാൽവ് ഗൈഡ് പോയേക്കണു, പിന്നെ ഈ ക്യാം ഷാഫ്റ്റിൻ്റെയും ഈ റോക്രാമിൻ്റെയും ബെയറിങ്ങുകൾ കംപ്ലയിൻറ്റ് വന്നേക്കണു. അതായത് മൈന്യൂട്ടായിട്ടുള്ള കംപ്ലയിൻറ്റിൻ്റെ ആരംഭമാണ് അങ്ങനെ വന്നേക്കണു. പിന്നെ അതാണ് സൗണ്ടിൻ്റെ കാരണം. അപ്പോൾ നമ്മൾ ഈ ഓയിൽ ലെവൽ കുറഞ്ഞ് പോകുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ പിസ്റ്റൺ സിലിണ്ടറിൻ്റെ ആണ് കേട്ടോ. അത്രയാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതേപോലെ ഈ ബെയറിങ്ങൾക്ക്, ഈ എൻജിൻ ഹെഡിൻ്റെ ടോപ്പ് സൈഡിൽ ഇരിക്കുന്ന ഈ ബെയറിങ്ങൾക്ക് ഇത്രയും തേമാനം വന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അവിടെ ഓയിലിൻ്റെ പമ്പിങ് കുറവുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. കാരണം എന്താ വെച്ചാൽ ഓയിൽ പമ്പിങ്, കംപ്രഷൻ ലീക്ക്, ഓൾറെഡി കംപ്രഷൻ്റെ ഇത് ലീക്കേജ് ഉണ്ട്. ഓയിൽ പമ്പിങ് കുറയാന്ന് പറഞ്ഞാൽ എൻജിനിൽ ഓയിലിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി പമ്പിങ് കറക്റ്റായിട്ട് കിട്ടും. ഏകദേശം ഒരു 600 മില്ലി ഓയിൽ, അതായത് ഏകദേശം ഒരു 700 തുടങ്ങി 600 മില്ലിയുടെ ഗ്യാപ്പിൽ, 600-700 മില്ലിയുടെ ഗ്യാപ്പിലേക്ക് വരുമ്പോഴത്തേക്കും എൻജിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക്, അതായത് ശരിക്കും ഈ സൈഡിൽ നിന്ന് ഓയിൽ പമ്പ് ചെയ്ത് മുകളിലേക്ക് കയറി വന്നിട്ടാണ് ആ ക്യാം ഷാഫ്റ്റിൻ്റെ ആ ഭാഗത്തൊക്കെ ലൂബ്രിക്കേഷൻ നടക്കുന്നത്. അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണില്ല എന്നുള്ളതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ അതും കൂടി നമ്മളിത് സെറ്റ് ചെയ്തതിന് ശേഷം അതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. പിന്നെ ഈ എൻജിൻ്റെ ഉള്ളിലൊന്നും ഈ ക്യാം ജി ഉണ്ടല്ലോ, ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ ഏകദേശം ഒരു 70,000 കിലോമീറ്റർ നമ്മൾ വണ്ടി മീറ്ററിൽ കാണുന്നുണ്ട് ഓടിയതായിട്ട്. അപ്പോൾ 70,000 കിലോമീറ്റർ ഓടിയേക്കണത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഈ ചെയ്യുമ്പോൾ ഈ കൂട്ടത്തികളെ ഈ ക്യാം ചെയിൻ എന്ന് പറയും, ടൈമിങ് ചെയിൻ എന്ന് പറയും, ആ ഐറ്റം ഒന്ന് മാറ്റിയിട്ട് പുതിയത് റീസെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ എൻജിൻ്റെ ഭാഗത്തുള്ള ആ ഒരു ചിലമ്പൽ കാര്യങ്ങളൊക്കെ മാറി ക്ലിയർ ആയിക്കോളും കേട്ടോ. ഇത്രയും കേസ് നമുക്ക് മെയിനായിട്ട് ചെയ്യാനുള്ളത്. അപ്പം അതിനകത്ത് നമുക്കിപ്പോൾ നോർമൽ നമുക്ക് ഹെഡിൻ്റെ ഭാഗങ്ങളാണ് ചെയ്യേണ്ടി വരിക. പക്ഷേ ഈ സിലിണ്ടറിൻ്റെ ഇത് മാത്രമാണ് നമുക്കൊരു അഡീഷണൽ വർക്കായിട്ട് വന്നേക്കാം. കാരണം എന്താ വെച്ചാൽ ആ സിലിണ്ടറിനകത്ത് വന്ന സ്ക്രാച്ചസ് കാര്യങ്ങൾ നമുക്ക് എന്തായാലും പണി ഉണ്ടാക്കി തരും. അപ്പോൾ അത് മാറ്റണതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്റർ, അത് ഇത്രയും വർക്ക് ചെയ്യുമ്പോൾ കൂട്ടത്തിൽ കൂടെ എയർ ഫിൽറ്റർ ഒക്കെ ചേഞ്ച് ചെയ്യും. ഇപ്പോൾ എയർ ഫിൽറ്ററൊക്കെ മാറ്റിയിട്ട് ഒരുപാട് ആയിട്ടുണ്ട്. എയർ ഫിൽറ്റർ ചേഞ്ച് ചെയ്യും. പിന്നെ നമുക്ക് ഈ വണ്ടിക്ക് നല്ല മിസ്സിങ്ങാണ്. അപ്പോൾ ഞാനത് ഇലക്ട്രോണിക് യൂണിറ്റ് സാധാരണ CDIയുടെ കംപ്ലയിൻറ്റും കൊണ്ടും വരും. അപ്പോൾ ഞാനതൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് വേറൊരു CDI ഒക്കെ വെച്ചിട്ട് ഓടിച്ചൊക്കെ നോക്കിയായിരുന്നു. അപ്പോൾ നിലവിൽ അതിൻ്റെ അല്ല. പിന്നെ നമുക്കുള്ളത് കാർബറേറ്റർ യൂണിറ്റാണ്. കാർബറേറ്റർ യൂണിറ്റ് വീണ്ടും നമുക്ക് ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി നമുക്കത് ഒന്ന് നല്ല രീതിയിൽ ക്ലീനിങ് ഒക്കെ നടത്തി ആ സ്ലോജറ്റൊക്കെ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അത് മേടിച്ച് അത് സ്ലോജറ്റൊക്കെ മാറ്റിയതിന് ശേഷം നമുക്ക് ഒന്നുകൂടി ഒന്ന് ട്യൂൺ ചെയ്തിട്ട് ഓടിച്ചു നോക്കാം. നേരെ മറിച്ച് അത് മിസ്സിങ് വീണ്ടും പ്രോപ്പറായിട്ട് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ കാർബറേറ്റർ അസംബ്ലി മാറ്റാനാണ് നമുക്ക് മാറുകയുള്ളൂ കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിപ്പോൾ നമ്മളിപ്പോൾ തുടക്കം എസ്റ്റിമേറ്റിലൊന്നും പെടുത്തുന്നില്ല. ഇതാണ് കാർബറേറ്റർ യൂണിറ്റ് വില. ഏകദേശം ഒരു 5000-5500 രൂപ നമുക്ക് ഈ സാധനത്തിന് വിലയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് ആ മിസ്സിങ് എന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റാതെ കൊണ്ട് വേറെ മാർഗ്ഗമില്ല. പക്ഷേ എന്നാൽ പോലും നമുക്ക് ബാക്കിയത്തെ ഇപ്പോൾ എൻജിൻ കംപ്രഷൻ്റെ ഭാഗവും എയർ ഫിൽറ്റർ കാർബറേറ്റർ യൂണിറ്റ് ഒന്നുകൂടി മാറ്റി നമുക്ക് അതിൻ്റെ സ്ലോജറ്റൊക്കെ ഒന്ന് മാറ്റിയിട്ടിട്ട് ഒന്നും കൂടി നമ്മൾ കറക്റ്റായിട്ടൊന്ന് ട്യൂണിങ് ചെയ്ത് നോക്കാം.
സാധാരണ രീതിയിൽ നമുക്ക് മോർണിംഗിൽ മാത്രം ചെറിയ നേരത്തേക്കാവുള്ളൂ മിസ്സിംഗ് എന്നുണ്ടെങ്കിൽ നമുക്കത് മൈൻഡ് ചെയ്യാണ്ട് വിടാം. കാരണം എന്ന് വെച്ചാൽ കാർബറേറ്ററിന് അത്രയും വില ഉള്ളതുകൊണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ കാര്യമായിട്ട് തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റേണ്ടതായിട്ട് തന്നെ വരും. അത് നമുക്ക് ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ആയതിന് ശേഷമാണ് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം നമുക്ക് ഈ എഞ്ചിനുമായി ബന്ധപ്പെട്ട വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ആക്കാം. അതിനുശേഷം നമുക്ക് ബാക്കിയത്തെ ജനറലായിട്ടുള്ള ബാക്കിയത്തെ ഭാഗങ്ങൾ കൂടി നോക്കിയിട്ട് എത്ര കോസ്റ്റ് വരും എന്നുള്ള ദിവസം നോക്കിയിട്ട് അത് രണ്ടാമത്തെ അഡീഷണൽ എസ്റ്റിമേറ്റ് ആയിട്ട് പറയാം. ഇതിപ്പോൾ സിലിണ്ടർ മാറ്റിയിട്ട് പുതിയ സിലിണ്ടർ ഇട്ടിട്ടുള്ള എസ്റ്റിമേറ്റാണ് നമ്മൾ പറയാം. അതും പ്രകാരം നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് റിപ്ലൈ ഇടാം. കാരണം അതനുസരിച്ചിട്ട് വേണം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. അതിനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ ഒന്ന് നമുക്ക് ഈ റോക്രാം ഈ 2 റോക്രാം സെറ്റായിട്ട് വരും. ഏകദേശം ഒരു 750 രൂപ 800 രൂപ നമുക്ക് ഇത് കോസ്റ്റ് ഉണ്ട്. ക്യാം ഷാഫ്റ്റിൻ്റെ ബെയറിങ് മാത്രം നമുക്കിത് മാറ്റിയാൽ മതി, വേറെ പ്രോബ്ലം ഇല്ല. ഹെഡിൻ്റെ വാൽവും അതിൻ്റെ ഗൈഡും മാത്രം മാറ്റിയിട്ടാൽ മതി. പിന്നെ ഉള്ളത് സിലിണ്ടർ പിസ്റ്റണാണ്. സിലിണ്ടർ പിസ്റ്റൺ കിറ്റായിട്ടാണ് നമുക്ക് മാറ്റേണ്ടി വരാം. പിന്നെ എയർ ഫിൽറ്റർ ചേഞ്ച് ചെയ്തിടാം. സ്പാർക്ക് പ്ലഗ് അതൊക്കെ കിടക്കുന്നത് പുതിയതാണ്, പക്ഷെ ഒന്നുകൂടി നമ്മളൊന്ന് വെച്ച് നോക്കാം. നടപടി ആയില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് ചേഞ്ച് ചെയ്തിട്ട് ട്യൂണിങ് കറക്റ്റ് ആകുമെന്ന് നോക്കാം. അതിന് ശേഷം നമുക്ക് എഞ്ചിൻ ഓയിലേഴ്സും ബാക്കിയത്തെ ഭാഗങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഇപ്പോൾ നമ്മളൊരു എസ്റ്റിമേറ്റ് അത് അത്രയും പെടുത്താം. അതിന് ശേഷം നമുക്കൊന്ന് വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ടെസ്റ്റ് ഡ്രൈവൊക്കെ നടത്തിയിട്ട് നോക്കി എങ്ങനെയാണ് എൻ്റെ പെർഫോമൻസിന് വിലയിരുത്തിയിട്ട് ഞാൻ നോക്കിയിട്ട് കോൺടാക്ട് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് ബാക്കിയത് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ.